ഹിജാബ് വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ്. കാരണം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ പിന്തുണച്ചും കോൺഗ്രസ് നിലപാടിനെ ചോദ്യം ചെയ്തുമാണ് മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയത്. ഇതോടെയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പരസ്യ നിലപാട് സ്വീകരിച്ചത്. ഹിജാബ് വിവാദത്തിൽ പള്ളുരുത്തി സ്കൂൾ നിലപാടിനെ ചോദ്യം ചെയ്ത വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തുടർച്ചയായി രംഗത്തു വന്നതിൽ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. മുസ്ലിം സംഘടനകൾക്കൊപ്പം MSF നേതാക്കൾ വരെ ശിവൻകുട്ടിയെ അഭിനന്ദിച്ചു. ഒപ്പം വിഷയത്തിൽ മധ്യസ്ഥ ശ്രമം നടത്തിയ കോൺഗ്രസ് MP ഹൈബി ഈഡന്റെ നിലപാടിനെയും സംഘടനകൾ ചോദ്യം ചെയ്യുന്നു. ഇതോടെ പ്രതിരോധത്തിലായ മുസ്ലിം ലീഗ് വിഷയത്തിൽ പരസ്യ നിലപാടുമായി രംഗത്തു വന്നു. മന്ത്രി വി ശിവൻകുട്ടിക്ക് ലഭിച്ച പിന്തുണയെ കുഞ്ഞാലിക്കുട്ടിയും ഏറ്റുപറഞ്ഞു. അസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണമായിപ്പോയി അത്. കാരണം നമ്മൾ ഈ ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ ബാക്കി സ്ഥലങ്ങളിലും ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇങ്ങനൊരു അസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണം ഉണ്ടായത് കേരളത്തിൽ തന്നെ വളരെ വളരെ അപമാനകരമായിപ്പോയി. അതേസമയം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ആ കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ കുട്ടി ഗവൺമെന്റിനെ സമീപിച്ചാൽ ആ കുട്ടിക്ക് കേരളത്തിലെ ഏത് സ്കൂളിൽ വേണമെങ്കിലും പ്രത്യേക ഉത്തരവ് കൊടുത്ത് അഡ്മിഷൻ വാങ്ങി കൊടുക്കുന്നതാണ്. കുട്ടിക്ക് മാനസികമായും ശാരീരിക തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കുട്ടിക്ക് എന്തെങ്കിലും വിഷമം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായാൽ അതിന്റെ ഉത്തരവാദി സ്കൂൾ മാനേജ്മെന്റ് ആയിരിക്കും. സമസ്ത EK വിഭാഗത്തിന് പുറമെ AP വിഭാഗം മുഖപത്രമായ സിറാജും ഹൈബി ഈഡൻ MPയുടെ നിലപാടിനെ ചോദ്യം ചെയ്ത് മുഖപ്രസംഗം എഴുതി. മധ്യസ്ഥവേഷം അണിഞ്ഞെത്തിയ MP വിദ്യാർത്ഥിനിയെ കുറ്റക്കാരിയാക്കിയെന്നും സ്കൂൾ അധികൃതരുടെ വർഗീയ നിലപാട് മറച്ചുവെച്ചുവെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.